ഗൈസ്, ഇന്ന് നമ്മോടൊപ്പം ഉള്ള KTM അഡ്വഞ്ചർ 250 അഡ്വഞ്ചർ 390 ആണ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള അഡ്വഞ്ചർ 250 ആണ്. ഏകദേശം ഒരു 10-50 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ ഓടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ അഡ്വഞ്ചർ 390 ഉണ്ട്. ഇത് എൻ്റെ വണ്ടിയല്ല, KTM പട്ടാമ്പി ഷോറൂമിൽ നമുക്ക് റിവ്യൂവിന് വേണ്ടി തന്ന വണ്ടിയാണ്. രണ്ട് ബൈക്കും കൂടിയുള്ള കമ്പാരിസൺ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഗൈസ്, അഡ്വഞ്ചർ 250 ഫസ്റ്റ് ഒറ്റ നോട്ടത്തിൽ ബൈക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ 390 ലുക്കാണ്. പിന്നെ ഫസ്റ്റ് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ആഗ്രഹിക്കാറ് ഒരു അഡ്വഞ്ചർ ഏകദേശം ഒരു ഓഫ് റോഡ് ബൈക്ക് എടുക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ചൂസ് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോയിട്ടൊരു ഓഫ് റോഡ് ബൈക്ക് എടുക്കുകയാണെങ്കിൽ KTM അഡ്വഞ്ചർ 250 എടുക്കുകയാണ് ബെറ്റർ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേ പോലെ ഓൺ റോഡിലായാലും ഓഫ് റോഡിലായാലും ഞാൻ 390 കുറിച്ച് പറഞ്ഞു. ഇതിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, മോഡിഫിക്കേഷനാണ്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ 250 കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പവറും ഇനീഷ്യൽ പവറും കാര്യങ്ങളും തരുന്നൊരു ബൈക്കാണ്. ഓഫ് റോഡിലായാലും ഓൺ റോഡിലായാലും. ഓഫ് റോഡിലാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ ഫസ്റ്റ് ഇത് 250 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 250 ചൂസ് ചെയ്യുക, 390 ഒഴിവാക്കും. അപ്പോൾ എന്താ വെച്ചാൽ 390 എടുത്തോണ്ട് പിന്നെ രക്ഷയില്ല. വണ്ടിയുടെ ലുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞാൽ വണ്ടി 390 ആണ്, പക്ഷേ 250 ആണ്. പക്ഷേ ഫസ്റ്റ് തന്നെ ബെറ്ററായി പറയാനുള്ളത് സാധാരണ നമ്മൾ 390 കളേഴ്സ് വന്നത് വൈറ്റ് ബ്ലാക്ക് ആണ് കളേഴ്സ് വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് തന്നെയാണ് വണ്ടി കണ്ടാൽ തന്നെ ഒരു മാരക ലുക്കാണ്. ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ചെയ്തിരിക്കണത് ഒരു അത്യാവശ്യം കുഴപ്പമില്ല ഒരു ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് പോർഷനായിട്ടാണ്. 390 ആണെങ്കിൽ തന്നെ ഒരു വൈറ്റ് പോർഷനിൽ ഓറഞ്ച് ഷെയ്ഡാണ് കംപ്ലീറ്റ് വന്നിരുന്നത്. എന്ന് വെച്ചാൽ KTMൻ്റെ ഒരു കളേഴ്സ് പറഞ്ഞാൽ ഓറഞ്ച് കളേഴ്സാണ്. ആ കളേഴ്സ് കുറച്ച് ലോ ആക്കിയിട്ട് ഒരു ബ്ലൂ കളർ നല്ല ഉഷാറായി ഡിസൈൻ ചെയ്തിട്ടാണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം തന്നെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രണ്ടേജ് കണ്ടു കഴിഞ്ഞാൽ സെയിം 390യുടെ ഹെഡ്ലൈറ്റ് തന്നെയാണ് സൈഡ് വരുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് തന്നെ ആവട്ടെ സെയിം 390 ലുക്കിലാണ് ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്ത് വന്നിരിക്കുന്നത്. ഹാലോജൻ ബൾബാണ് ഇതിൽ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത്. സൈഡിൽ രണ്ട് പോർഷന് ഡിം ലൈറ്റ് LED പാനലാണ് കയറ്റി വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ മൽഗാർഡും കാര്യങ്ങളാണെങ്കിൽ സെയിം കണ്ട ഒറ്റ നോടത്തിൽ കണ്ട 390 മൽഗാർഡും കാര്യങ്ങൾ തന്നെയാണ്. സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം 390 സസ്പെൻഷൻ തന്നെ. WP അപ്പെക്സ് സെയിം സസ്പെൻഷനാണ് 390ലും അഡ്വഞ്ചർ 250ലും വന്നിരിക്കുന്നത്. വൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെയിം അതേ 390 അതേമാതിരി തന്നെയാണ് വൈസറും കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക. അഡ്ജസ്റ്റബിൾ വൈസറാണ്. പിന്നെ അതിൻ്റെ അതേമാതിരി തന്നെ GPS മൗണ്ട് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു മൗണ്ടും കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഹാൻഡ് ഗാർഡ്, രണ്ട് ഹാൻഡ് ഗാർഡ് സെയിം ഹാൻഡ് ഗാർഡ് തന്നെയാണ് വരുന്നത്. ഗ്ലാസും കാര്യങ്ങളാണെങ്കിൽ സൈഡ് മിറർ തന്നെ ലെഫ്റ്റ് മിറർ തന്നെ സൈഡാണെങ്കിലും ഒരേ മിറേഴ്സ് തന്നെയാണ് വന്ന് കൊടുക്കുന്നത്. ഈ 390ലാണെന്നുണ്ടെങ്കിൽ TFD മീറ്ററാണ് വരിക. ഇതിന് നേരെ തിരിച്ചിട്ടാണ് LCD മീറ്ററാണ്. കാണുമ്പോൾ എല്ലാവർക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ TFD മീറ്ററിൻ്റെയൊക്കെ കറണ്ട് കളേഴ്സായിട്ടാണ് TFD മീറ്റർ വരുന്നത്. ഇതെന്താ വെച്ചാൽ സാധാ LCD ടൈപ്പാണ്. LCD പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുക. സാധാരണ ഇതിൻ്റെ തന്നെ കിൽ സ്വിച്ച്, സ്റ്റാർട്ട് ബട്ടണ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, പാസ്, ഡിമ്മ്, പിന്നെ ഹോണ് സെയിം ആണ്. ഇപ്പോൾ എനിക്ക് തോന്നിയൊരു ഫാൾട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാ 390 ആണെങ്കിൽ അതിൻ്റെ ക്ലച്ച് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആണ്. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, സാധാ ടൈപ്പാണ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഓരോ ഓഫ് റോഡിങ് ആയാലും അഡ്ജസ്റ്റബിൾ ആകുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫ്രീ ആയി. കാരണം ഇതിൻ്റെ ക്ലച്ച് ലിവേഴ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിന് ക്ലച്ച് ലിവേഴ്സ് അഡ്ജസ്റ്റബിൾ അല്ല, നോണാണ്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെയിം സീറ്റാണ് 390 യൂസ് ചെയ്ത സെയിം സീറ്റാണ്. കുറച്ചും കൂടി ഞാൻ പഴയ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഹാർഡായിട്ടാണ്. എന്താ വെച്ചാൽ ഓഫ് റോഡിങ്ങിനായി ചൂസ് ചെയ്തായിട്ട് ടൂറിങ്ങിനായിട്ട് വണ്ടി യൂസ് ചെയ്തൊരു സീറ്റാണിത്. പക്ഷെ ഒന്നും കൂടി സ്മൂത്ത് ആക്കി കഴിഞ്ഞാൽ ഓഫ് റോഡിങ് കാര്യങ്ങൾ നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെന്താ വെച്ചാൽ കുറച്ച് ഒരു ഏകദേശം ഞാനൊരു 19 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിച്ചിട്ടാണ് വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുത്തു പോകുന്നത്. അപ്പോൾ ഏകദേശം എന്താ വെച്ചാൽ നമുക്ക് ഇരിക്കുമ്പോൾ ഹാർഡായിട്ടാണ് തോന്നുന്നത്. ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഹീറ്റ് വരുന്ന മാതിരിയാണ് സീറ്റാണ്. ഒന്നുകൂടി സ്മൂത്ത് ആയിക്കണമെന്നുണ്ടെങ്കിൽ സീറ്റ് പക്കായിരുന്നു. പിന്നെ ബാക്കത്തെ ഗ്യാബ് റെയിലാണെങ്കിലും സെയിം ഡിസൈനാണ് ഗ്യാബ് റെയിലിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ കംപ്ലീറ്റ് പ്യുവർ വൈറ്റിലാണ് ഇതിൻ്റെ ബോഡി ഷേപ്പിംഗ് തന്നെ വരുന്നത്. ഒന്നും കൂടി ക്രൂസർ ബാക്ക് ഒന്നും കൂടി ക്രൂസർ കൂർത്ത ടൈപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കിൽ LED ലൈറ്റാണ്, ഫുള്ളി ബ്രേക്ക് ലൈറ്റ് LED ആണ്, ഇൻഡിക്കേറ്റേഴ്സ് LED ആണ്. കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 30 bhp പവറാണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. 24 Nm ടോർക്കാണ് വണ്ടി. അത്യാവശ്യം ഞാനിപ്പോൾ ഓടിച്ചപ്പോൾ തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഒരു കുതിപ്പ് കിട്ടുന്ന ഫീലിംഗ് വണ്ടിക്കുണ്ട്. 390 അത്ര ഇവിടെ ഇല്ലെങ്കിലും അത്യാവശ്യം 250ക്കില്ല 250 cc പവർ എന്തായാലും വണ്ടി KTM ഇതിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിൻ ക്രാഷ് കാർഡാണെന്നുണ്ടെങ്കിൽ സെയിം ആയിട്ട് ഫസ്റ്റ് നമ്മളെ 390 ഡിസൈൻ ചെയ്ത സെയിം ക്രാഷ് കാർഡാണ്. ഇതെന്താ വെച്ചാൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഒന്നും കൂടി ബെറ്റർ ആയിട്ടാണ് ഇത്. കുറച്ചും കൂടി ബെൻഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് 390 വന്ന സെയിം ക്രാഷ് കാർഡും കാര്യങ്ങളാണ്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രാഷ് കാർഡ് വെച്ചിട്ട് സത്യം പറഞ്ഞൊരു കാര്യമില്ല. വണ്ടിക്ക് എരിഞ്ഞു കഴിഞ്ഞാൽ
അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇതിന്റെ ടാങ്കിന്. ഏകദേശം ഒരു 50,000 രൂപയുടെ മേലേക്ക് വരുന്നുണ്ട് ഇതിന്റെ ഫ്യൂൽ ടാങ്കിന് പ്രൈസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ വണ്ടി ചെരിഞ്ഞ് മറിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കംപ്ലൈൻറ്റ്സ് ആവുക നമ്മൾ ടാങ്കാണ്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഈ ക്രാഷ് കാർഡ് ഒഴിവാക്കിയിട്ട് ഒന്നും കൂടി ഹൈറ്റിൽ അല്ലെങ്കിൽ സൈഡിലേക്ക് കുറച്ച് ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള ക്രാഷ് കാർഡ് ചെയ്യാറ്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ സെൻട്രൽ സസ്പെൻഷനാണ്. സെയിം 390 വരുന്ന സസ്പെൻഷനും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വണ്ടി ഫീൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു 390 ഫീൽ തന്നെയാണ് നമുക്ക് വണ്ടി കാര്യങ്ങളും വരുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 160 കിലോഗ്രാമാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. സെയിം ആണ് 390 ആണെങ്കിലും അഡ്വഞ്ചർ 250 ആണെങ്കിലും സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടി കൊടുത്തിരിക്കുന്നത്. 855 സീറ്റ് ഹൈറ്റ് ആണ് വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പില്ലൻ ആണെങ്കിലും റൈഡർ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞ മാതിരി 390 അപേക്ഷിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് പറയണത് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 390 കയറിയാലും 250 കയറി സെയിം ഫീലാണ് വണ്ടി നൽകുന്നത്. പിന്നെ വണ്ടിയുടെ ഹാൻഡിൽ ബാർ ആണെങ്കിലും സെയിം ഹാൻഡിൽ ബാർ ആണെങ്കിൽ 250ക്കും 390ക്കും സെയിം ഹാൻഡിൽ ബാറാണ്, ഒരു വ്യത്യാസമല്ല. വണ്ടിയുടെ ഫ്രണ്ട് ടയർ പറഞ്ഞാൽ 119 ഇഞ്ചസ് ആണ് ഫ്രണ്ട് ടയർ. തന്നെ MRFിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗ്രിപ്പ് പറഞ്ഞ ഒരു മോഡലാണ് വരുന്നത്. പിന്നെ ബാക്ക് ടയർസ് ആണെങ്കിൽ തന്നെ 130 and 18 ഇഞ്ചസ് ആണ് ബാക്ക് ടയർസ് വരുന്നത്. പിന്നെ ടയറിൻ്റെ ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പുറത്തേക്ക് ഒരു പക്ക ഓഫ് റോഡ് ബൈക്കിൻ്റെ ഒരു ഗ്രിപ്സും അതിനെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ 390 ടയർസ് യൂസ് ചെയ്തിട്ട് ഒരു മെഡ്ജിലോർ പറഞ്ഞൊരു കമ്പനിയുടെ സാധനമാണ്. അപ്പോൾ അതേമാതിരി തന്നെ ടയർ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഓഫ് റോഡ് വണ്ടിക്ക് കൊടുക്കേണ്ട ടയർസാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ ബൈക്കിൻ്റെ വണ്ടിയുടെ ബ്രേക്കിംഗ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ചാനൽ ABS ആണ്. പിന്നെ ബാക്ക് ഒരു മോഡ് വരുന്നുണ്ട്, സൂപ്പർ മോട്ടോ ഒരു മോഡ് വരുന്നുണ്ട്. ഓഫ് റോഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് റോഡിൽ ഒരു സ്വിച്ചബിൾ ആണ് വരുന്നത്. സ്വിച്ചബിൾ ABS നമുക്ക് ഓഫ് ചെയ്യാം. ഡുവൽ ചാനൽ ABS ആണ് ബൈക്ക്. ഒരു ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ 320 mm, ബാക്ക് ഡിസ്ക് ആണെന്നുണ്ടെങ്കിൽ 230 mm ആണ് ബാക്കിലെ ഡിസ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൂപ്പർ മോട്ടോർ ഓഫ് റോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും ABS എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബൈക്കിന് ടാങ്ക് കപ്പാസിറ്റി പറഞ്ഞാൽ 14 ലിറ്ററാണ്. സെയിം 390ക്ക് വരുന്ന സെയിം ലിറ്റേഴ്സ് തന്നെയാണ്, സെയിം ടാങ്കാണ്. പക്ഷേ കളേഴ്സും കാര്യങ്ങളും കാണാനൊരു ലുക്കും കാര്യങ്ങളും ഇല്ലത് നമ്മളെ 250ക്കാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കളേഴ്സാണ്, ബ്ലൂ കളറിൽ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. പിന്നെ ബൈക്കിൻ്റെ ചാർജിങ് പോർട്ട് സെയിം 390 ഡിസൈൻ ചെയ്താൽ 12 വാട്ട് പ്ലഗ് ടൈപ്പ് ചാർജിങ് ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്പീഡ് ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കണതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. 90 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് ആണെന്നുണ്ടെങ്കിൽ സ്ലിപ്പർ ക്ലച്ചാണ്. പിന്നെ അതേമാതിരി ആകെ 2 മോഡലുള്ളൂ, 1 മോഡൽ വരുന്നത്. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ സൂപ്പർ മോട്ടറിന് ABS ഓഫ് ചെയ്യാൻ പറ്റിയ ഒരു ഒറ്റ മോഡൽ വരുന്നത്. പിന്നെ 390ക്ക് ആണെന്നുണ്ടെങ്കിൽ ക്വിക്ക് ഷിഫ്റ്റ് ഉണ്ട്, സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി കോർണറിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വളരെ കുറവാണ്. കോർണറിങ് ABS ഒന്നും ഇല്ല 250ക്ക്. 390ക്ക് ആണെങ്കിൽ കോർണറിങ് ABS വളരെ യൂസബിൾ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, പക്ഷേ 250 അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബ്രേക്കിംഗ് ആണ്. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-50 കിലോമീറ്ററിന് അടുത്തോളം യൂസ് ചെയ്തിട്ട്, പക്ഷേ അത്യാവശ്യം ഓഫ് റോഡ് ഒരു 10-15 കിലോമീറ്റർ അടുത്ത് ഓടിച്ചിട്ടാണ് വണ്ടി ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് കാര്യങ്ങളാണ് ഓഫ് റോഡിലാണെങ്കിലും ഓൺ റോഡിലാണെങ്കിലും. ഞാൻ ABS മോഡ് ഓഫ് ചെയ്തിട്ടാണ് ഓഫ് റോഡ് യൂസ് ചെയ്തത്. കുഴപ്പമില്ലാത്തൊരു ഫീലും കാര്യങ്ങളും നമുക്ക് ബൈക്ക് വരുന്നത്. പക്ഷേ കുറച്ച് ഇലക്ട്രോണിക്സ് വളരെ കുറവില്ലൊരു ബൈക്കാണ് 250. 390 ആണെങ്കിൽ ഇലക്ട്രോണിക്സ് പാർട്സ് വളരെ കൂടുതലാണ്. ട്രാക്ഷൻ കൺട്രോൾ, കിക്ക് ഷിഫ്റ്റർ ആണെങ്കിലും സ്ലിപ്പർ ക്ലച്ച് ആണെങ്കിലും വണ്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൂപ്പർ ബൈക്കിന് വരുന്നൊരു ഫീലാണ് നമുക്ക് അഡ്വഞ്ചർ 390 വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTM 250 എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ KTM അഡ്വഞ്ചർ 250ക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഏകദേശം 3 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ 3 ലക്ഷം രൂപയ്ക്കുള്ളൊരു വണ്ടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ അടിച്ചാപ്പൊളി വീഡിയോസ് ഇനി വരും. പിന്നെ നമുക്ക് വണ്ടി തന്നത് KTM പട്ടാമ്പിയാണ്. വണ്ടീനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. പട്ടാമ്പിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്താണ് KTM പട്ടാമ്പി. ആമയൂരാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വേണമെങ്കിൽ അവരെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ KTM ഷോറൂമിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ കുത്തിപ്പൊട്ടിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എല്ലാവർക്കും കൂടി വണ്ടർ എല്ലാവരും ചോദിക്കണേ, വണ്ടർ എക്സോസ്റ്റ് നോട്ടൊന്ന് കാണിച്ചു തരുമെന്ന്. കാണിച്ചു തരാമല്ലോ.